ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ അനുസ്മരിക്കുകയും അതിനോട് ചേർന്ന് ദുഃഖമാചരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയും, ഗുഡ് ഫ്രൈഡേ എന്നും പറയും. ഇന്ന് എല്ലാ ക്രിസ്ത്യാനികളും തന്നെ ദൈവാലയത്തിൽ ചെന്നും ദൈവിക ശുശ്രൂഷകൾ യേശുക്രിസ്തുവിനെ 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാർ ക്രൂശിച്ചതിൻ്റെ ആ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ അന്ത്യം അത്യന്തം വേദനാജനകവും മനുഷ്യദൃഷ്ടിയിൽ ഒരു ദുഃഖകരവും അല്ലെങ്കിൽ ഭോഷത്വവുമായ ഒരു മരണമാണ് എന്ന്. യേശുക്രിസ്തു ഒരു കൈവിടപ്പെട്ടവനെ പോലെ, ആരോരും തുണയില്ലാത്തവനെ പോലെ അലറി വിളിച്ച് കാൽവരിയിൽ മരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് ആ അതിവേദനയുടെ നടുവിൽ കർത്താവ് പ്രാർത്ഥിച്ച നാം എല്ലാവരും പലപ്പോഴും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ആ ക്രൂശിലെ 7 തുഴുമൊഴികളെന്ന് നാം കേട്ടിട്ടുണ്ട്. എല്ലാ ദുഃഖവെള്ളിയാഴ്ചകളിലും പലപ്പോഴും പല ദൈവദാസന്മാരുടെ നാവിലൂടെയും നാം വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും കേട്ടിട്ടുള്ള ആ തിരുവചനങ്ങളാണ്. യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് അതിവേദനയുടെ നടുവിൽ തിരുവായും ഒഴിഞ്ഞൊഴിഞ്ഞ ആ പ്രത്യേകമായ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. കുരിശിലെ 7 തിരുമൊഴികളിലെ ഒന്നാമത്തേത് ദൈവത്തിൻ്റെ സ്തോത്രം, യേശുക്രിസ്തു തന്നെ ക്രൂശിച്ച ആ കഠോരമായ പ്രവൃത്തി ചെയ്ത റോമൻ പടയാളികൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. യേശുക്രിസ്തു തന്നെ ക്രൂശിലേറ്റിയ, തന്നെ ഈ കഠിനമേറിയ മരണത്തിലേക്ക് തള്ളിവിട്ട, ആ ക്രൂശിൽ തറച്ച ആ നീചരായ കഠോര ഹൃദയരായ ആ റോമൻ പടയാളികൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. എന്ത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യമാണ് ഒന്നാമത്തെ ക്രൂശിലെ തിരുമൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആ അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, രണ്ടാമത് കർത്താവ്
ക്രൂശിൽ കിടന്ന് അരുളി ചെയ്തത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന്. ദൈവമക്കളെ, ആ ക്രൂശിൽ യേശുവിനെ തറയ്ക്കുമ്പോൾ തൻ്റെ വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെ ക്രൂശിൽ തറച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അതിലൊരു കള്ളൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ, ഓർത്തുകൊള്ളണമേ എന്ന്. അതിന് മറുപടിയായിട്ട് കർത്താവ് അവനോട് പറഞ്ഞതാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യമായിട്ടാണ് അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 3-ാമത്തെ തിരുമൊഴിയായിട്ട് കർത്താവ് യോഹന്നാൻ അപ്പോസ്തലനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അമ്മയോട് സ്വന്തം മാതാവ് കുരിശിന്റെ അരികില് ആ കഠോരമായ വേദന തൻ്റെ മകൻ ഏറ്റ് കുരിശിൽ കിടന്ന് പിടഞ്ഞ് അത് കണ്ട് കുരിശിന്റെ അരികിൽ നിൽക്കുമ്പോൾ കർത്താവ് തൻ്റെ അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുരിശിൽ കിടക്കുകയാണ്, എന്നാൽ ഇനി നിനക്കൊരു മകനായിട്ട്, അല്ലെങ്കിൽ നിന്റെ മകനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലനെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. കർത്താവ് അതിവേദനയുടെ നടുവിലും ആ ക്രൂശിൻ്റെ അരികിൽ നിന്ന തൻ്റെ മാതാവിനെ, അമ്മയെ കാണുന്നുണ്ട്. അമ്മയെ, തൻ്റെ ശിഷ്യനെ പരമേൽപ്പിച്ചതായിട്ട് അവിടെ നാം വായിക്കുന്നുണ്ട്. 4-ാമത്തെ തിരുമൊഴിയായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിലും മർക്കോസ് 15-34 അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പിതാവായ ദൈവം പുത്രനെ കൈവിട്ടുപോയി എന്ന് തോന്നത്തക്കവണ്ണം ആ അതിവേദനയുടെ നടുവില് കർത്താവ് വിലപിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. 5-ാമത്തെ തിരുമൊഴി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. 6-ാമത്തെ തിരുമൊഴിയായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, നിവൃത്തിയായി എന്ന്. പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് സ്വർഗത്തിലേക്ക് നോക്കി, സമൂഹത്തിലേക്ക് നോക്കി വിളിച്ചു പറയുകയാണ്, നിവൃത്തിയായി എന്ന്. ഈ 7-ാമത്തെ തിരുമൊഴി പ്രിയപ്പെട്ട കർത്താവ് ആ ക്രൂശിൽ കിടന്ന് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാണ്. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ലൂക്കോസ് 23-46. പ്രിയപ്പെട്ട യേശുക്രിസ്തു അവസാനമായി ക്രൂശിൽ കിടന്ന് പറഞ്ഞ അവസാനത്തെ തിരുമൊഴിയാണത്. എന്ത്? പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ട് തൻ്റെ പ്രാണനെ വിട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യഹൂദന്മാര് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതെ, ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാതെ, ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാതെ അന്നത്തെ സമൂഹം അവനെ ദ്വേഷിക്കുകയും അവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഏറ്റവും നീചമായ ആ കുരിശുമരണം, ഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൊള്ളാത്തവർക്ക് കൊടുക്കുന്നതായ ആ ക്രൂശുമരണമാണ് കർത്താവായ യേശുക്രിസ്തുവിന് യഹൂദന്മാര് കൊടുത്തത്. അവസാനത്തെ വിസ്താരമായിട്ട് പീലാത്തോസാണ് വിസ്തരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. പീലാത്തോസിന്റെ ഭാര്യ ഒരു ദൂതൻ മുഖാന്തരം ഒരു എഴുത്തു കൊടുത്തു വിട്ടു, ആ നീതിമാന്റെ കാര്യത്തില് നീ ഇടപെടരുതെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം മനസ്സിലാക്കണം, ആരെല്ലാം തടുത്താലും ആരെല്ലാം വിലക്കിയാലും പ്രിയപ്പെട്ട പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ കുരിശുമരണം ഏൽക്കുവാനും പാപിക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തുവാനുമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. നാം ചിന്തിക്കും ചിലപ്പോൾ അത് യഹൂദന്മാർ ചെയ്തൊരു പാതകമാണെന്ന്, അല്ലെങ്കിൽ പീലാത്തോസിന് വേണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിക്കാമായിരുന്നു എന്ന്. പ്രിയപ്പെട്ട, എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർക്കും യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ആ ആകെ ലക്ഷ്യം അതാണത്, പുത്രൻ കാൽവരി ക്രൂശിലും മരിക്കണമെന്ന്. അവൻ്റെ കുറ്റമില്ലാത്ത രക്തം കുറ്റവാളികളായ, പാപികളായ, നീചരായി ജീവിക്കുന്ന, അധമരായി ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ആ കുറ്റമില്ലാത്ത രക്തം കാൽവരിയിൽ ചൊരിയണമെന്ന്. പ്രിയപ്പെട്ടവരെ, പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ലക്ഷ്യമതായിരുന്നു. സ്വർഗം പുത്രനെ ഭൂമിയിലേക്ക് വിട്ടതിൻ്റെ ലക്ഷ്യമതായിരുന്നു.
ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയുകയില്ല. അല്ല, ഒന്നുകൂടി നാം തെളിച്ച് ചിന്തിച്ചാൽ ദൈവമക്കളെ, യേശുക്രിസ്തു എന്ന് കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ പാപിക്കൊരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു പാപിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യഹൂദന്മാര് ആ യേശുക്രിസ്തുവിന് ക്രൂശുമരം കൊടുക്കുമ്പോൾ പീലാത്തോസ് 3 വട്ടം ഈ യേശുവിനെ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പീലാത്തോസ് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവസാനമായിട്ട് പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തില് എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അധികാരസ്ഥാനത്തിരുന്ന പീലാത്തോസ് പരസ്യമായി കൈ കഴുകി ആ കുറ്റത്തിൽ നിന്ന് കുറ്റമില്ലാത്ത നീതിമാനായ യേശുക്രിസ്തുവിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കുക എന്ന് ഏൽപ്പിച്ചു കൊടുത്ത ആ കഠോരമായ കുറ്റത്തിൽ നിന്ന് പീലാത്തോസ് കൈ കഴുകി രക്ഷ പ്രാപിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ചരിത്രങ്ങളും ഐതിഹ്യ പുസ്തകങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഈ പീലാത്തോസ് പിൽക്കാലത്ത് ഒരു മനോരോഗിയായി തീർന്ന കുറ്റബോധം കൊണ്ട് എത്ര കൈ കഴുകിയിട്ടും ആ കുറ്റബോധം മാറാതെ അവൻ ഗലീലക്കടലിന്റെ തീരത്തിരുന്ന് കൈ കഴുകി അവൻ മരിച്ചു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ചിത്രകാരൻ പീലാത്തോസിന്റെ ഒരു കാർട്ടൂൺ വരച്ചതായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പീലാത്തോസ് കുനിഞ്ഞിരുന്ന് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ അതിനോട് ചേർന്ന് കുനിഞ്ഞു നിന്ന് പീലാത്തോസിനോട് ചോദിക്കുകയാണ്, ഞാൻ അന്ന് പറഞ്ഞതല്ലേ അവന്റെ കാര്യത്തിൽ നീ ഇടപെടരുതേ എന്ന്, ഞാൻ അന്ന് പറഞ്ഞതല്ലേ അവന്റെ കാര്യത്തിൽ നീ ഇടപെടരുതേ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, പീലാത്തോസ് കൈ കഴുകി ഒരു മനോരോഗിയായി മരിച്ചു എന്ന്. എന്നാൽ ദൈവമക്കളെ, അതിനേക്കാളെല്ലാം വേദനാജനകമായ ഒരു കാര്യം നാം ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. പീലാത്തോസ് കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ യഹൂദ സമൂഹം, അന്നത്തെ അധികാര സ്ഥാനത്തിരുന്നവര്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്ന ആ നീചരായ യഹൂദന്മാര് ഒരുമിച്ച് ആട്ടഹസിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹൂദന്മാര് സ്വയം ഏറ്റെടുത്ത വലിയൊരു ശാപം. പീലാത്തോസ് കൈ കഴുകി കഴിയുമ്പോൾ യഹൂദന്മാര് ഒത്തടങ്കം പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയതിന്റെ ശാപം, അവന്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയതിന്റെ ശാപം ഞങ്ങളുടെ മേൽ വന്നുകൊള്ളട്ടെ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ വന്നുകൊള്ളട്ടെ. ദൈവമക്കളെ, അവരൊന്നും അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്, അവരിത് എത്രയോ കഠോരമായ കാര്യമാണെന്ന് അറിഞ്ഞല്ല. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, AD 70 മുതൽ യഹൂദന് സമൂഹത്തിൽ അനുഭവിച്ച കഠിനമേറിയ വേദനകൾ. പ്രിയപ്പെട്ടവരെ, ടൈറ്റസിന്റെ കാലത്തും പ്രിയപ്പെട്ടവരെ ഹിറ്റ്ലറുടെ കാലത്തുമെല്ലാം യഹൂദന്മാര് ചിതറപ്പെട്ടു. നാനാ രാജ്യങ്ങളില് നാനാ ദേശങ്ങളില് അവർ ചെന്നുപറ്റി. പ്രിയപ്പെട്ടവരെ, അവരെയെല്ലാം കഠോരമായ കൊല ചെയ്ത് അവർ സമൂഹത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ തീർന്നു പോകാൻ തക്കവണ്ണം ഏറ്റവും വലിയ പീഡയിലൂടെയും പ്രിയപ്പെട്ടവരെ ക്രൂരമായ വഴികളിലൂടെയും എല്ലാം കടന്നുപോയ ഒരു സമൂഹമായി യഹൂദന്മാര് ശേഷിക്കുകയാണ്. നാനാദേശങ്ങളിലേക്ക്, അനേക ലോകരാജ്യങ്ങളിലേക്ക് അവർ ചിതറപ്പെട്ടു പോയി. കാരണം എന്താ പ്രിയപ്പെട്ടവരെ, അവര് പറഞ്ഞതാണ്, ഇതിന്റെ ശാപം ഞങ്ങളുടെ മേൽ വന്നുകൊള്ളട്ടെ. ഓരാവര് പറഞ്ഞു, ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഞങ്ങളുടെ മക്കളുടെ മേൽ വരട്ടെ. ദൈവമക്കളെ, തലമുറയായി ഇന്ന് യഹൂദനതിന്റെ കൊടിയ യാതനകളും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ ദൃഷ്ടിയിൽ നാം നോക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഏറ്റവും കൂടുതൽ ശത്രുക്കളുടെ നടുവിൽ വസിക്കുന്ന, ഇന്നും സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയാത്ത, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത, ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി യഹൂദനെന്ന സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഇന്നും ആ ശാപം അവരുടെ തലമേൽ നിൽക്കുകയാണ്. എന്നാൽ തിരുവചനം പറയുന്നുണ്ട്, അവർ കുത്തിയോങ്കിലേക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവമക്കളെ, അന്ന് മാത്രമേ അവരുടെ തലമുറയിൽ നിന്ന് ഈ ശാപം മാറുകയുള്ളൂ. ഒരു വിധത്തിൽ യഹൂദനെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, യഹൂദനെന്നും സമൂഹത്തിൽ കഠോരമായ യാതനകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് അസമാധാനത്തോടെ നിർഭയമായി വസിക്കാൻ കഴിയാത്ത അനുഭവത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ ചോദിച്ചു വാങ്ങിയതാണ് ഇതിന്റെ ശിക്ഷ, ഇതിന്റെ ശാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, അതിന് 7-ാമത്തെ തിരുമൊഴി നമുക്ക് വായിക്കാം. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു
കുരിശിൽ കിടന്ന് അവസാനമായി പറഞ്ഞ തിരുമൊഴിയാണെന്ത്? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന്. മക്കളെ, എത്ര ചാരിതാർത്ഥ്യത്തോടെയാണ് കർത്താവ് അത് പറയുന്നത്. അതിവേദനയുടെ നടുവിലാണെങ്കിലും കർത്താവ് പറയുകയാണ്, പിതാവേ, എന്നെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും ഒന്നുപോലും കുറയാതെ ഈ ഭൂമിയിൽ നിവർത്തിച്ച് അവസാനമായി എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കേണ്ടത്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നിത്യനായ ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്ത്? ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയെല്ലാം തികച്ച് പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ പ്രത്യാശയോടെ ദൈവകരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ ധൈര്യത്തോടും ഉറപ്പോടും നമ്മുടെ ഓരോരുത്തരുടെയും ഐഹിക ജീവിതം തീരേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അസമാധാനത്തോടെയല്ല, ഭയപ്പാടോടെയല്ല, എവിടേക്ക് പോകുന്നതെന്ന് അറിയാതെയല്ല, പിന്നെയോ എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണെന്നുള്ള ആ ഉറപ്പോടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ചിന്തിക്കാറുണ്ടോ അങ്ങനെ ഒരു ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിലാണ് അത് ഏറ്റത്, മരണവേദന. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം, ഒരുപക്ഷെ ഒരു അപകടത്തിലായിരിക്കാം, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ ആരോരും അറിയാത്ത സാഹചര്യങ്ങളിലായിരിക്കാം. എന്നാൽ നമുക്ക് ആ ഉറപ്പുണ്ടോ? നമുക്ക് ആ ധൈര്യമുണ്ടോ? എന്ത്? എൻ്റെ ആത്മാവിനെ ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന്, എൻ്റെ ആത്മാവിനെ അവിടുന്ന് സ്വീകരിക്കുമെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട്, പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട്, നാം ഏത് സഭയിലായതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ എത്രയോ ആണ്ടുകൾ നാം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം കൊണ്ടാടിയത് കൊണ്ട്, എത്രയോ ആണ്ടുകളിൽ നാം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് ചേർന്ന് നിന്ന് ആ ശുശ്രൂഷകളും സദരാകളും പ്രാർത്ഥനകളും എല്ലാം ഏറ്റുചൊല്ലി ആ ദുഃഖത്തോടെ ആ ദിവസം ആചരിച്ചതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്തെങ്കിലും ഈ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളതാണോ? നാം അയക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ നിലയും വിലയുമില്ലാതിരുന്ന, ആരോരും തുണയില്ലാതിരുന്ന, നായ്ക്കൾ വ്രണം നക്കിക്കൊണ്ടിരുന്ന ആ ദരിദ്രനായ ലാസറിന്റെ ആത്മാവ് മരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാര് അവന്റെ ആത്മാവിനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവമക്കളെ, നമുക്ക് ആ ഉറപ്പുണ്ടോ? നമുക്കതിനുള്ള ഒരുക്കമുണ്ടോ? നാം അതിനുവേണ്ടിയാണോ കാത്തിരിക്കുന്നത്? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു വളരെ സമാധാനത്തോടെ നാം ചിന്തിക്കും, കർത്താവ് അതിവേദനയോടെ കുരിശിൽ കിടന്ന് കരഞ്ഞല്ലോ എന്ന്. സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ എല്ലാം പാപം അവൻ്റെ മേല് ചുമത്തിയപ്പോൾ, സ്വർഗവുമായിട്ടുള്ള ബന്ധം അറ്റുപോയപ്പോഴാണ് പുത്രൻ തമ്പുരാൻ കുരിശിൽ കിടന്ന് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന്. നമ്മുടെ പാപമെല്ലാം പുത്രൻ തമ്പുരാൻ കുരിശിലേറ്റു എന്ന്, പുത്രൻ തമ്പുരാൻ സ്വന്തം ശരീരത്തിലേറ്റു എന്ന്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായി അവൻ്റെ കുറ്റമില്ലാത്ത രക്തം കാൽവറിയിൽ ചിന്തിയെന്ന്. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നാം ഈ തിരുവചനത്തിലെ ആഴമേറിയ കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലെ ഗഹനമായ വിഷയങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും, നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും, സഹോദരീ സഹോദരന്മാരെ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിപ്പാനും ആ ക്രൂശ് മരണത്താലുള്ള രക്ഷ അനുഭവിപ്പാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനമുണ്ട് പ്രിയപ്പെട്ടവരെ? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ യാക്കോബ് പിതാവ് പ്രിയപ്പെട്ടവരെ തൻ്റെ ഗോത്രപിതാക്കന്മാരായ തൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചു കഴിഞ്ഞ് കട്ടിലിൽ കാലെടുത്തു വെച്ച് സമാധാനത്തോടെ പ്രാണനെ വിട്ടു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നല്ല ഉറപ്പോടെയാ, നല്ല ധൈര്യത്തോടെയാ നാം ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, തൻ്റെ മക്കളെയൊക്കെ ഒരു അപ്പൻ അനുഗ്രഹിച്ചുവെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്നല്ല അനുഗ്രഹിച്ചു, പിന്നെയോ നിത്യനായ ദൈവം എൻ്റെ മക്കളെ എങ്ങനെ കാണുന്നു എന്നുള്ള ആ ഉൾബോധ്യത്തോടെയാണ് യാക്കോബ് അവരെ അനുഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ അനുഗ്രഹം എല്ലാ മക്കൾക്ക് കൊടുത്ത ശേഷം കട്ടിലിൽ കാലെടുത്തു വെച്ച് സമാധാനത്തോടെ കടന്നുപോയി. ദൈവമക്കളെ, തിരുവചനം നാം പഠിക്കുമ്പോൾ അബ്രഹാം പിതാവിൻ്റെ ആയുസ് വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏതാണ്ട് പകുതി ആയുസിനോട് അടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ദൈവം പറയുകയാണ്, ഉൽപ്പത്തി 15:15 പറയും, ദൈവത്തിന് സ്തോത്രം, നീ സമാധാനത്തോടെ മരിക്കുമെന്ന്.
നല്ല വാർദ്ധക്യത്തില് നിന്റെ പിതാക്കന്മാരോട് ചേരുമെന്ന്. പ്രിയപ്പെട്ട തിരുവചനം നാം പഠിക്കുമ്പോൾ ഭക്തന്മാരായ ദൈവമക്കള്, ചരിത്രം നാം പഠിക്കുമ്പോൾ അനേക വിശുദ്ധന്മാരായ യേശുക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവര് പ്രത്യാശയുടെ തീരം കണ്ട് പ്രിയപ്പെട്ടവരെ മരണത്തെ പുഞ്ചിരിയോടെ അഭിമുഖീകരിച്ച് ഈ ലോകത്തുനിന്ന് കടന്നുപോയ ചരിത്രം നാം പഠിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ നമുക്ക് വായിക്കാം രണ്ടാമത്തെ തിരുമൊഴി. നമുക്ക് വായിക്കാം രണ്ടാമത്തെ തിരുമൊഴി. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ലൂക്കോസ് 23:43 വാക്യമാണ്. പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു തന്നോടൊപ്പം ക്രൂശിലേറ്റിയ ആ കള്ളനോട് പറഞ്ഞതാണ്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ദൈവമക്കളെ നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം കൊണ്ട് എന്താണോ മാനവരാശിക്ക് കൈവശമാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മാനവരാശിക്ക് കൈവന്നിരിക്കുന്നത്, അതാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കാണിച്ചു തന്നത്. ദൈവമക്കളെ ആ കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ ക്രൂശിച്ചു എന്ന്. ഗോകുൽത്തായുടെ ഉന്നതങ്ങളില് 3 കുരിശ് നാട്ടപ്പെട്ടു എന്ന്. ദൈവമക്കളെ ക്രൂശിലേക്ക് കയറുമ്പോൾ അവനൊരു കള്ളനും നീചനുമായിരുന്നു. അവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവനായിരുന്നില്ല. ഒരു സമയം വരെയും നാം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവനും യേശുക്രിസ്തുവിനെ അറിഞ്ഞവനായിരുന്നില്ല, യേശുക്രിസ്തുവിനെ മാനിച്ചവനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ അവൻ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനായിരുന്നു എന്ന് 39 വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 23:39 വാക്യം. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറയുകയാണ്, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് യേശുവിനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. മറ്റവനോ പ്രിയപ്പെട്ടവരെ കൂടെയുള്ള കള്ളൻ, അവനാ ഒരു കള്ളൻ ഇത് പറഞ്ഞപ്പോൾ, യേശുവിനെ ദുഷിച്ചു പറഞ്ഞപ്പോൾ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ ആ മനമാറ്റം വന്നു തുടങ്ങിയ കള്ളൻ ചോദിക്കുകയാണ്, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ അവന് അനുതാപം വന്നു, അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്നു എന്നുള്ളതിന്റെ പ്രകടമായ ഒരു ഉത്തമരഹരമാണ് എന്ത്? നാമോ ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. നാം പ്രവർത്തിച്ചതിന് തക്കവണ്ണമാണ് ഈ ശിക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് അർഹതപ്പെട്ടതാണെന്നാൽ ഇവനോ, കർത്താവായ യേശുക്രിസ്തുവോ, നമ്മുടെ നടുവിൽ കിടക്കുന്നവനോ, അവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ദൈവമക്കളെ ആ കള്ളന് അനുതാപം വന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണെന്ത്? നാമോ ന്യായമായ ശിക്ഷയാണ്, നമുക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് ഈ കുരിശുമരണമെന്ന്. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അവന് മനസ്സിലായി എന്ത്? ഇവനൊരു സാധാരണക്കാരനല്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. അവന് മനസ്സിലായി ഇവനാണ് സാക്ഷാൽ രോഗരക്ഷകനെന്ന്. ദൈവമക്കളെ ആ ക്രൂശിലേറിയപ്പോൾ അവന് കണ്ടായിരുന്ന കാഴ്ചപ്പാടൊക്കെ മാറി, കുരിശിൽ കിടന്നപ്പോഴുള്ള ചിന്താഗതികളൊക്കെ മാറി, മരണത്തോടടുത്തപ്പോൾ അവന്റെ ഹൃദയം മാറി, അവന്റെ ചിന്താഗതി മാറി, അവന്റെ പ്രാർത്ഥന മാറി, അവന്റെ മനോഭാവം മാറി. പ്രിയപ്പെട്ടവരെ അവൻ പ്രാർത്ഥിക്കുന്നവനായി തീർന്നു. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, സമയം വൈകിപ്പോയിട്ടില്ല സഹോദര, വൈകിപ്പോയിട്ടില്ല സഹോദര. മരണം അടുത്തെങ്കിലും, വാർദ്ധക്യം അടുത്തെങ്കിലും, രോഗം കാർന്നു തന്നെയാണെങ്കിലും, എല്ലാം പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും സഹോദര നീ ഓർത്തുകൊള്ളുക, വൈകിപ്പോയിട്ടില്ല മകനെ, വൈകിപ്പോയിട്ടില്ല. ആ കള്ളം പ്രാർത്ഥിച്ചു എന്ത്? യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ഓർക്കണമേ എന്ന്. എന്റെ കർത്താവേ, നീ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. എന്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ യേശുവിനോടും പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനൊരു കള്ളനായിരുന്നെങ്കിലും, നീചനായിരുന്നെങ്കിലും, ദുഷ്പ്രവർത്തിക്കാരനായിരുന്നെങ്കിലും, പ്രാർത്ഥിക്കേണ്ടവനെ അടുത്ത് കിട്ടിയപ്പോൾ, യേശുവിനെ അടുത്ത് കിട്ടിയപ്പോൾ, യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഒട്ടും വൈകാതെ പ്രാർത്ഥിച്ചു എന്ത്? നീ എന്നെ ഓർക്കണമെന്ന്, നീ എന്നെ ഓർക്കണമെന്ന്. മാത്രമല്ല അവന് മനസ്സിലായി എന്ത്? ഇവനൊരു രാജാവാണെന്ന്, ഇവന് രാജത്വമുണ്ടെന്ന്, ഇവൻ പർദീസയുടെ ഉടയവനാണെന്ന്, ഇവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന്, ഇവൻ മാനരാശിയുടെ വീണ്ടെടുപ്പുകാരനാണെന്ന്.
നാളുകളായി തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എളിമയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ട് യേശു സാക്ഷാൽ രോഗരക്ഷകനാണെന്ന്, അവനെൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, അവനാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നതെന്ന്? ദൈവമക്കളെ, എന്തെല്ലാം പഠിച്ചാലും യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വലിയ മർമ്മം അറിയാതെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്നുള്ള ആ മർമ്മം അറിയാതെ എത്ര കാലം ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ദൈവമക്കളെ, അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിലും സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവന് കിട്ടിയ ഏറ്റവും വലിയ വെളിപ്പാടാണ് എന്ത്? ഇവൻ ലോകരക്ഷകനാണെന്ന്, ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരുന്നൊരു ദിവസമുണ്ട് എന്ന്, ഇവൻ പർദീസയുടെ ഉടയവനാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് കർത്താവ് ഉടനെ അവനോട് പറഞ്ഞു. ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലിരിക്കുമെന്ന്. ദൈവമക്കളെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന്? നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിൻ്റെ വാഹനമോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റോ ട്രെയിൻ ടിക്കറ്റോ ഇതൊക്കെ നാം അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കാരണം നമുക്ക് നടന്നു ചെല്ലാവുന്ന സ്ഥലങ്ങളൊന്നുമല്ല. എന്നാൽ അതിന് നാം പ്ലെയിനിൽ കയറാൻ ടിക്കറ്റ് എടുക്കും, ട്രെയിനിൽ കയറാൻ ടിക്കറ്റ് എടുക്കും, ബസ്സിൻ്റെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യും. പ്രിയപ്പെട്ട നാം അതിലങ്ങ് കയറി ഇരുന്നാൽ മതി, തക്ക സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കുക. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലേക്കുള്ള വഴിയൊന്നും നമുക്ക് വേണ്ടതുപോലെ അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ നാം ഇതിക്ക് മുമ്പ് പോയിട്ടുള്ളവരല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം മനസ്സിലാക്കണം എന്ത്? സ്വർഗത്തിലേക്കുള്ള വഴി, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി എന്താ വഴി അറിയാനുള്ളത്? വഴി യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പിന്നെയും ചോദിക്കട്ടെ, നിങ്ങൾ ആ യേശുവാകുന്ന വഴിയിലൂടെയാണോ നടക്കുന്നത്? ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ചു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലിരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എളിമയോടെ പിന്നെയും ചോദിക്കട്ടെ, നമുക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ യോഗ്യനായതുകൊണ്ടോ നല്ലവനായതുകൊണ്ടോ കഴിഞ്ഞ കാലങ്ങളെല്ലാം വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ടോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്ത്? ഈ മൺകൂടാരം വിട്ട് ഈ ആത്മാവ് കടന്നു പോയാൽ എൻ്റെ യേശുവിൻ്റെ അരികിലെത്തുമെന്ന്, ദൈവമക്കളെ, യേശുവിൻ്റെ രാജ്യത്തിലെത്തുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 6-ാമത്തെ തിരുവഴി കൂടി നമുക്ക് വായിക്കാം. കർത്താവ് പറഞ്ഞു, നിവർത്തിയായി എന്ന്. യോഹന്നാൻ 19:30 യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞു, പിതാവേ, നിവർത്തിയായി എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിവർത്തിയായി എന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ നിവർത്തിയായത്? ക്രൂശ് മരണം നിവർത്തിയായി എന്നാണോ? അല്ല. പിന്നെയോ, പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ച മാനവരാശിയുടെ രക്ഷണ്യവേല ഇതാ കാൽവരിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ഒന്നും ബാക്കിയില്ല. എന്നെ ഏൽപ്പിച്ച എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പിതാവേ, നിവർത്തിയായി എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എനിക്ക് ഞാൻ പലപ്പോഴും ഹൃദയവേദനയോടെ ചിന്തിക്കാറുണ്ട്. എല്ലാം നിവർത്തിയാക്കി രക്ഷന്റെ വേല കാൽവരിയിൽ പുത്രൻ പൂർത്തീകരിച്ചു വെച്ചിട്ടും മനുഷ്യനെന്ന് രക്ഷകനെ കണ്ടുമുട്ടാതെ രക്ഷകന്മാരുടെ പിന്നാലെ ഓടി നടന്ന് സത്യമറിയാതെ ജീവിക്കുന്ന അന്ധകാരമുള്ള തലമുറയുടെ നടുവിലായി പോയല്ലോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷണ്യ വേല കാൽവരിയിൽ പൂർത്തീകരിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവൃത്തികളോ, നമ്മുടെ പുണ്യപ്രവൃത്തികളോ, നമ്മുടെ ദാനധർമ്മങ്ങളോ, നമ്മുടെ നേർച്ചകളോ, കാഴ്ചകളോ ഇതൊന്നും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. കൃപയാലുള്ള സൗജന്യമായ രക്ഷ പിതാവിന് നമ്മോട് പ്രസാദം തോന്നിയതുകൊണ്ട്, തൻ്റെ പുത്രന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷണ്യവേല കാൽവരിയിൽ പൂർത്തീകരിച്ചു വെച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ മതി. എൻ്റെ സഹോദര, ഈ 2024 ദുഃഖവെള്ളിയാഴ്ചയുടെ അനുസ്മരണം കൊണ്ട് നീ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ നീ ഒരു ഭാഗ്യവാനാണ് മകനെ. ക്രൂശിതനായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാൻ ഭാഗ്യം കിട്ടിയാൽ നീ ഒരു ഭാഗ്യവാനാണ് മകനെ. എന്തെല്ലാം കേട്ടത് കൊണ്ടല്ല, പിന്നെയോ എന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് ആ ക്രൂശിലേക്കൊന്ന് നോക്കിയേ, ക്രൂശിലേക്കൊന്ന് നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചേർന്ന് പാടാം. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്നോരാരിതാ, പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ദൈവമക്കളെ, നിങ്ങൾ ആ ക്രൂശിൽ യേശു പിടഞ്ഞു മരിക്കുന്ന ആ സ്വർഗീയ ദർശനം നിങ്ങൾ കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന് പാടാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി.